ജയിലിലേക്ക് ഗ്രീഷ്മ വീണ്ടും എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഷാരോൺ വധക്കേസിലെ ശിക്ഷാവിധിക്ക് ശേഷം തിരികെ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രതി ഗ്രീഷ്മയെ. വേവി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, മെഡിക്കൽ പരിശോധന വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഗ്രീഷ്മയെ, അല്ലേ? അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായില്ല. വാഹനം ഷാരോൺ കേസിലെ വിധിക്ക് ശേഷം കുറ്റക്കാരിയെന്ന കണ്ടെത്തിയതിനു ശേഷം ഗ്രീഷ്മയെ വീണ്ടും ഫോർട്ട് ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 1.5 വർഷത്തിലേറെ ഗ്രീഷ്മ വിചാരണ തടവ് വരെ കഴിഞ്ഞ ജയിലാണിത്. അവിടേക്കാണ് വീണ്ടും ഗ്രീഷ്മയെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഗ്രീഷ്മ ജയിലിനുള്ളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ വിചാരണ തടവുകാരെ കഴിഞ്ഞ അതേ ജയിലിലേക്ക് വീണ്ടും ഗ്രീഷ്മ എത്തുകയാണ്. ഇത്തവണ ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് തെളിഞ്ഞിരിക്കുന്നു, കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി ഉടൻ നാളെ പ്രഖ്യാപിക്കും. അതിനു മുന്നോടിയായി അവരെ റിമാൻഡിലേക്ക് മാറ്റുകയാണ് കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഫോർട്ട് ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ഗ്രീഷ്മയെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ കൊള്ളക്കമുണ്ടാക്കിയ കേസാണ്. കേരളം ഞെട്ടലോടെ കേട്ട ഒരു കേസാണ്. കാമുകരെ ഈ രീതിയിൽ കൊലപ്പെടുത്തുന്നു. ആരും ഒരുപക്ഷെ മുൻപൊന്നും കേട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കൊലപാതകം. കാമുകനെ അങ്ങാരി കൊലപ്പെടുത്തു. വിശ്വസിച്ച പ്രണയിച്ച ഒരു യുവാവിനെ ജ്യൂസിൽ വിഷം കലർത്തി കൊലപ്പെടുത്തുക എന്ന അതീവ ക്രൂരമായ ഒരു കൃത്യം ചെയ്ത സ്ത്രീയാണ് ഇപ്പോൾ ഇവിടേക്ക് ജയിലിലേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ വാദങ്ങൾ വളരെ വിചിത്രമായിരുന്നു. ഒരിക്കലും അത്തരത്തിൽ വിഷം കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവരുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടായിരുന്നു. അവർ ആത്മഹത്യ ചെയ്യാൻ പലപ്പോഴും ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് കഷായത്തിൽ വിഷം കലക്കി വച്ചിരുന്നത്. ആ വിഷം ഗ്രീഷ്മ ബാത്റൂമിൽ പോയ സമയത്ത് ഷാരോൺ എടുത്ത് കുടിക്കുകയായിരുന്നു, അറിയാതെ കുടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഷാരോൺ കൊല്ലപ്പെട്ടതെന്ന വിചിത്രമായ വാദമാണ് ഗ്രീഷ്മയുടെ പ്രതിഭാഗ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്. ഒരു തരത്തിലുള്ള തെളിവുകളും ഇല്ല എന്നവർ വാദിച്ചു. പക്ഷേ അങ്ങനെയല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ഗ്രീഷ്മയെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടിരിക്കുന്നു. ഏതായാലും ഈ കേസിൽ കോടതിയുടെ ശിക്ഷ എന്താണ്? ഇത്രയധികം ക്രൂരമായ, ഒരുപക്ഷെ കേരളത്തെ ഞെട്ടിച്ച പ്രണയ കൊലപാതകമെന്ന് വേണമെങ്കിൽ പറയാൻ തരത്തിലേക്ക് വിശ്വസിച്ച് പ്രണയിച്ച ഒരു യുവാവിനെ ഇത്തരത്തിൽ വിഷം കൊടുത്ത് കൊന്നു. കൃത്യമായ ആസൂത്രണത്തോടുകൂടി അതിനുവേണ്ടി വലിയ മുന്നൊരുക്കങ്ങൾ ഗ്രീഷ്മ നടത്തിയിരുന്നു എന്നതിന്റെ തെളിവും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു, അന്വേഷണ സംഘം ഹാജരാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രീഷ്മയ്ക്ക് ഇപ്പോൾ ഈ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. ഇപ്പോൾ ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര ജയിലിനുള്ളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ ഇവിടെ നിന്നാകും ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര കോടതിയിലേക്ക് കൊണ്ടുപോവുക. കടുത്ത ശിക്ഷ തന്നെ ഉണ്ടാകുമെന്ന വിശ്വാസമാണ് ഷാരോണിന്റെ കുടുംബവും അതുപോലെ പ്രോസിക്യൂഷനും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും എന്താകും ശിക്ഷ? ഇത്രയധികം ക്രൂരത നിറഞ്ഞ ഒരു കൊലപാതകത്തിന് എന്ത് ശിക്ഷയാണ് കോടതി നൽകാൻ പോകുന്നതെന്ന് നാളെ അറിയാം. ഏതായാലും ഇപ്പോൾ ജയിലിൽ എത്തിയിരിക്കുന്നു. അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ